മുൻപ് അമ്മ എൻ്റെ അടുത്തില്ലായിരുന്നു. ഞാൻ അമ്മയെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു സ്വപ്നം പോലെയോ ആഗ്രഹം പോലെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ അമ്മയെ കണ്ടു. അമ്മ എൻ്റെ അടുത്തുണ്ടായിരുന്നു. എന്നെ തൊട്ട് സംസാരിച്ചു. ഇവിടെ മുതൽ അങ്ങോട്ട് ഒരു ത്രികോണ പ്രണയമാണ്. മനുവിനെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ശ്വേത ഒരു വശത്ത്, എന്ത് ചെയ്തും മനുവിനെ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന വില്ലത്തി മറുവശത്ത്. എന്നിട്ട് എന്താ നടക്കുന്നേ? ഇവരിൽ ആരാ അവനെ സ്വന്തമാക്കാൻ പോകുന്നേ? അത് സ്വാഭാവികമായും നായികനായകന്മാർ അവസാനം ഒരുമിക്കണമല്ലോ. ഒരുമിക്കണ്ട. എനിക്ക് ഈ കഥ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്തു പറ്റി മാഡം? ഒന്നാമത് ഈ നാട്ടിൻപുറത്തെ പെൺകുട്ടിയെന്നും പറഞ്ഞ് നിങ്ങൾ കുറേ എണ്ണത്തിനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുമല്ലോ. അവളുമാരൊന്നും ശരിയല്ല. നിങ്ങളൊരു കാര്യം ചെയ്, വേറെ ഒരു 5-6 കഥയും കൂടി ഒന്ന് പറയണം. ഞങ്ങള് കഥ വേണോ എന്ന് ചോദിച്ച് ഇങ്ങോട്ട് വന്ന് കയറിയതല്ല. നീയൊക്കെ പറയുന്ന കഥ തന്നെ വേണമെന്ന് വലിയ നിർബന്ധമുണ്ടോ? കാശിറക്കുന്ന ഞാൻ തീരുമാനിക്കും കഥ എങ്ങനെ വേണോന്ന്. ശരത്തെ, ഇവന്മാര് നീ പറഞ്ഞ പോലൊന്നും അല്ലല്ലോ. ഹലോ, എക്സ്ക്യൂസ് മീ. ഇൻഡസ്ട്രിയിൽ നമ്മുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഞങ്ങളുടെ പേരിൽ എത്ര ഹിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഒരു കഥ കേൾക്കാനുള്ള സെൻസ് നിങ്ങൾക്കുണ്ടോ? എവിടുന്നോ കുറെ കാശും കൂട്ടി വന്ന് അതിന്റെ പേരിലിരുന്ന് ഞങ്ങളോട് കൽപ്പിക്കരുത്. ഞങ്ങൾക്ക് എഴുത്തുകാരാകാൻ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അവിടുന്ന് എന്റെ മുമ്പിൽ വന്നിരുന്ന് എന്നോട് കൽപ്പിക്കുന്നു. എനിക്ക് നിന്റെ ഒന്നും കഥ വേണ്ട. നീയൊക്കെ പോയാലേ നിന്റെയൊക്കെ മുതുമുത്തപ്പന്മാരെ കൊണ്ടുവന്ന് കഥ പറയിപ്പിക്കും. സിനിമ ചെയ്യിക്കുകയും ചെയ്യും. മുത്തശ്ശി, നീ ഒന്ന് മിണ്ടാതിരടി. നമ്മുടെ കയ്യിൽ കോടികളായിരിക്കുന്നേ. ആരെ വേണമെങ്കിലും നമ്മുടെ മുമ്പിൽ വരുത്താം, ഇരുത്താം, കഥ പറയിക്കാം. എങ്കിൽ ആ കൂട്ടത്തിൽ നിങ്ങൾ ഞങ്ങളെ പെടുത്തണ്ട. എവിടുന്ന് കിട്ടിയടോ ഈ വക സാധനത്തിനെ? വെറുതെ ഇൻഡസ്ട്രിയുടെ പേര് കളയാൻ വേണ്ടി കുറെ എണ്ണത്തിനെ കെട്ടിയെഴുന്നള്ളിച്ച് കൊണ്ടുവരും. മര്യാദക്ക് ഇറങ്ങി പോയിക്കോ. സുകുമാരിയുടെ തനി സ്വഭാവം പുറത്തെടുപ്പിക്കല്ലേ. നിങ്ങളൊരു തറയാണെന്ന് നിങ്ങളെ കണ്ടപ്പോഴേ തോന്നിയതാ. നിങ്ങളുടെ മുമ്പിൽ കഥ പറയാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. വെറുതെ മനുഷ്യന്റെ സമയം മെനക്കെടുത്താൻ. താൻ അങ്ങോട്ട് വാ കേട്ടോ, നമുക്ക് കാണാം. കാണിച്ചു തരാം. ബ്ലഡി ഫൂൾസ്. എന്തൊരു പണിയാ മുത്തശ്ശി കാണിച്ചത്. അവര് പറഞ്ഞ കഥയ്ക്ക് എന്താ കുഴപ്പം? ഇപ്പൊ അവര് ജസ്റ്റ് ഒരു കഥയെ പറയൂ. അത് കഴിഞ്ഞ് അവരത് തിരക്കഥയാക്കുമ്പോഴേ സിനിമയുടെ രൂപത്തിൽ നമുക്ക് മനസ്സിലാവൂ. മുത്തശ്ശി, ഇങ്ങനെ ആയാൽ ശരിയാവില്ല. കഥ പറയാൻ വരുന്നവർക്ക് അത് മുഴുവൻ പറയാനുള്ള സൗകര്യമെങ്കിലും കൊടുക്കണ്ടേ? എടി, ഞാൻ എന്തുകൊണ്ടാ ഈ കഥ വേണ്ടെന്ന് പറഞ്ഞത്? അതെന്ത് കഥയാ? നാട്ടുപുറത്തെ ഒരു പാവപ്പെട്ട പെണ്ണ്, മൊത്തം നന്മ കണ്ടുപിടിച്ച ഒരുത്തി. അതാരാ? നിന്റെ ചേച്ചി. കാശുകാരുടെ കുടുംബത്തുനിന്ന് ഒരു നായകൻ വിദേശത്ത് പഠനവും കഴിഞ്ഞു വരുന്നു. അതാരാടി? എടി, അവനാണ് വരുൺ. അതിന്റെ ഇടയിൽ ചെന്ന് കുഴപ്പമുണ്ടാക്കുന്ന പെണ്ണാണ് നീ. അത് ശരിയാണല്ലോ. അങ്ങനെ എനിക്ക് തോന്നിയില്ല. എന്നാലേ എനിക്ക് തോന്നി. ഞാനേ ജീവിതം ഒരുപാട് കണ്ടതാ. ഈ പ്രേമോ കുന്തോ കുടച്ചക്രോ ഒന്നും എനിക്ക് വേണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും മതി. അതുപോലെ ഇത്തരത്തിലുള്ള അഹങ്കാരികളെ എന്റെ മുമ്പിൽ കഥ പറയാൻ കൊണ്ടുവരികയും ചെയ്യരുത്. നീ കുടിക്കാൻ എന്തെങ്കിലും പറ. വെറുതെ ജാട കാണിക്കുന്ന കുറെ എണ്ണത്തിനെ കെട്ടി എഴുന്നള്ളിച്ചോണ്ട് വന്നിരിക്ക.
എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്കാൻ പറയടാ. ജലപാനം പോലും ഇല്ലാതിരിക്കെ. രാധികെ, ദേ മുത്തശ്ശി വിളിക്കുന്നു. ആശ്വാസവാക്കുകളൊന്നും ഇപ്പൊ നിനക്ക് മതിയാവില്ലെന്നറിയാം. പക്ഷേ എങ്ങനെയെങ്കിലും നീ സമാധാനം കണ്ടെത്തിയോ പറ്റൂ മോളെ. മുത്തശ്ശി, ഈ ചെരുപ്പ് കിട്ടി, പുതച്ചിരുന്ന വസ്ത്രം കണ്ടെത്തി എന്നൊക്കെയല്ലാതെ ശ്യാമയോ അമൃതയോ ആരും കണ്ടെത്തിയില്ലല്ലോ. ഇത്രയും കാലം ശ്യാമ മോളുടെ മുൻപിൽ ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് കൂട്ടിയാ മതി. അമ്മ ദൂരെ എവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തോടെ കാത്തിരിക്കൂ കുട്ടി. അതെങ്ങനെയാ മുത്തശ്ശി? മുൻപ് അമ്മ എന്റെ അടുത്തില്ലായിരുന്നു. ഞാൻ അമ്മയെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു സ്വപ്നം പോലെയോ ആഗ്രഹം പോലെയൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ എന്റെ അമ്മയെ കണ്ടു. അമ്മ എന്റെ അടുത്തുണ്ടായിരുന്നു. എന്നെ തൊട്ട് സംസാരിച്ചു. എന്നിട്ട് പെട്ടെന്നൊരു ശൂന്യത. എടോ മതി, ദേ മുത്തശ്ശി കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. കുടിച്ചേ പറ്റൂ. ദാ. ആ. കുടിക്കും മോളെ. വേണ്ട. ഇത് ഇവിടെ തന്നെ വച്ചേക്കാം. കുറച്ച് കഴിയുമ്പോ നീ എടുത്തു കൊടുത്താ മതി. ശരി മുത്തശ്ശി. കൂടെ തന്നെ ഇരിക്കണേടാ. ഈശ്വര. അറിയല്ലേ?